ക്രിസ്തുവിന് ഒരു നൂറ്റാണ്ട് മുമ്പ് 2.5 ലക്ഷം ജനങ്ങൾ വസിച്ചിരുന്ന ഒരു നഗരം. BC 10-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ അയോണിയൻ ജനതയുടെ നേതാവായിരുന്ന ആൻഡ്രാക്ലോസ് ആണ് ഈ നഗരം സ്ഥാപിച്ചത്. ഇന്ന് അതിൻ്റെ 15% പോലും ഭൂമിക്കടിയിൽ നിന്നും വീണ്ടെടുത്തിട്ടില്ല. നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയായിരുന്നു എഫേസൂസ് ഹാർബർ. അവിടെ നിന്ന് ധാരാളം കച്ചവട സാധനങ്ങൾ പട്ടണത്തിലേക്ക് എത്തുമായിരുന്നു. അക്കാലത്ത് ഏറ്റവും നൂതനമായി നിലകൊണ്ട ഈ നഗരത്തിലെ ജനങ്ങൾ യവനദേവന്മാരുടെയും ദേവതകളുടെയും ആരാധകരായിരുന്നു. വെണ്ണക്കല്ലിൽ തീർത്ത ധാരാളം നിർമ്മിതികളുണ്ടായിരുന്ന ഈ നഗരം സ്വന്തമാക്കുവാൻ അക്കാലത്തെ ഈജിപ്ഷ്യൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും വിജയിക്കുകയും ചെയ്തു. BC 334 മഹാനായ അലക്സാണ്ടറുടെ സൈന്യം ഈ നഗരം സ്വന്തമാക്കി. മാർക്ക് ആന്റണിയും ക്ലിയോപാട്രയും ഈ നഗരത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. BC 129 റോമാ സാമ്രാജ്യം ഈ നഗരത്തെ പിടിച്ചടക്കി. എഫേസൂസ് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ റോം കഴിഞ്ഞാലുള്ള വലിയ പട്ടണമായി മാറി. പിന്നീട് അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ് ഈ നഗരം കാര്യമായി വികസിച്ചത്. സമീപ പ്രദേശങ്ങളിലെ മലമുകളിൽ നിന്ന് അക്വാഡക്റ്റ് സംവിധാനം വഴി നഗരത്തിലേക്ക് ജലം എത്തിച്ച് അവിടുത്തെ താമസക്കാർക്ക് വിതരണം ചെയ്യാൻ ആരംഭിച്ചു. അലക്സാണ്ട്രിയ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഇവിടെയായിരുന്നു. കിഴക്ക് നിന്ന് സൂര്യപ്രകാശം കൃത്യമായി ലഭിക്കത്തക്ക രീതിയിലുള്ള ഈ നിർമ്മിതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. 25,000 പേർക്ക് ഇരുന്ന് പ്രകടനങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയവും ഇവിടെ ഉണ്ടായത് അക്കാലത്തായിരുന്നു. ജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ടെറസ് ഹൗസ് എന്ന സമ്പന്നരുടെ ഭവനങ്ങളുള്ള ഒരു ഭാഗമുണ്ട്. AD ആദ്യ നൂറ്റാണ്ടുകളിൽ അതിസമ്പന്നരായ റോമാക്കാർ നിർമ്മിച്ച വിശാലമായ ഈ ഭവനങ്ങളിലെ ചിത്രപ്പണികൾ പോലും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ കഴിയുന്നതുപോലുമല്ലായിരുന്നു. ബൈബിളിൽ ഈ നഗരത്തെപ്പറ്റി അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. കുരിശിൽ കിടന്ന് മരിക്കുന്നതിനു മുമ്പ് യേശുദേവൻ തൻ്റെ അമ്മയായ മറിയത്തെ നോക്കിക്കോളണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാനെയായിരുന്നു. അദ്ദേഹം അത് വളരെ കൃത്യമായി നിർവഹിച്ചു. ആ അമ്മയെയും കൂട്ടി യോഹന്നാൻ എത്തിയത് ഈ പട്ടണത്തിൻ്റെ ഇന്ന് പുറത്തു കാണുന്ന ഭാഗത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു രഹസ്യ സങ്കേതത്തിൽ ആയിരുന്നു. പിൽക്കാലത്ത് ഈ യോഹന്നാൻ എഫേസൂസിൽ രഹസ്യമായി യവനദേവന്മാരെയും ദേവതമാരെയും ആരാധിച്ചിരുന്ന മനുഷ്യരെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു അപ്പോസ്തലനായ പൗലോസും ഇവിടെ എത്തിയിട്ടുണ്ട്.
ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. മനുഷ്യനിർമ്മിത ദേവന്മാരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം വളരെ ശക്തമായി പ്രവർത്തിച്ചു. പിൽക്കാലത്ത് വിശുദ്ധനാക്കപ്പെട്ട പൗലോസിന്റെ ഈ ആഹ്വാനത്തിന് കാര്യമായ എതിർപ്പുണ്ടായി. 10,000 പേർ ഒത്തുചേർന്ന സ്റ്റേഡിയത്തിൽ വെച്ച് ദിമിത്രിയോസ് എന്ന യവനശില്പിയുടെ നേതൃത്വത്തിൽ പൗലോസിനെതിരെ വൻ പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. താമസിയാതെ റോമൻ പട്ടാളത്തിൻ്റെ പിടിയിലായ പൗലോസ് തടവിലായി. ആ തടവിൽ നിന്നും അദ്ദേഹം എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ ഇന്നും ക്രൈസ്തവ ദേവാലയങ്ങളിൽ വായിക്കാറുണ്ട്. ക്രൈസ്തവ വിശ്വാസം റോമാ സാമ്രാജ്യത്തിൽ അനുവദനീയമല്ലായിരുന്ന AD 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് വലിയ കുറ്റമായിരുന്നു. ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിൻ്റെ കാലം വരെ ഇതായിരുന്നു അവസ്ഥ. കോൺസ്റ്റാന്റിൻ ചക്രവർത്തി ഇന്നത്തെ ടർക്കിയുടെ പ്രധാന നഗരമായ ഇസ്താംബൂളിനെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നാമകരണം ചെയ്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ തന്നെ തലസ്ഥാനമാക്കി. AD 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഭൂകമ്പം എഫേസൂസിന് കാര്യമായ നാശം സമ്മാനിച്ചു. AD 6-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമൻ നിർമ്മിച്ച വിശുദ്ധ യോഹന്നാന്റെ ദേവാലയം പിന്നീട് ബസിലിക്കയായി ഉയർത്തപ്പെട്ടു. എന്നാൽ ഒട്ടോമൻ പടയോട്ടങ്ങൾ ആ ദേവാലയത്തെ നിലംപരിശാക്കി. അതുപോലെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ നാമധേയത്തിലുണ്ടായ ദേവാലയവും തകർക്കപ്പെട്ടു. ആ അമ്മ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ എഫേസൂസിലെ ഒളി സങ്കേതം പല കാലങ്ങളിലായി 3 മാർപ്പാപ്പമാർ സന്ദർശിച്ചിട്ടുണ്ട്. എഫേസൂസ് അടക്കം AD 1-ാം നൂറ്റാണ്ടിൽ 7 ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ടർക്കിയെ ബൈബിളിൽ ഏഷ്യ മൈനർ എന്നും അനത്തോലിയ എന്നുമാണ് വിളിച്ചിരുന്നത്. അതിപുരാതനമായ എഫേസൂസ് ഇന്ന് തകർന്നടിഞ്ഞ് ടർക്കി എന്ന രാജ്യത്തിൻ്റെ ഇസ്മൽ എന്ന പ്രോവിൻസിലെ സെൽചുക്ക് എന്ന 36,000 ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പട്ടണമായി ഒതുങ്ങിയിരിക്കുന്നു. യുനെസ്കോ ഇതിനെ ഒരു പൈതൃക നഗരമായി വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യവന വിശ്വാസങ്ങൾക്ക് മേലെ ക്രൈസ്തവ വിശ്വാസവും അതിനുമേലെ ഇസ്ലാമിക തേരോട്ടവും കഴിഞ്ഞപ്പോൾ ഒരു നഗരം എവിടെ എത്തുമെന്നതിൻ്റെ ഉദാഹരണമാണ് എഫേസൂസ്.